ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് KSU. സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്രം ശ്രമം നടത്തുന്നതായി CITU ജനറൽ സെക്രട്ടറി എളമരം കരീം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗതം വിപുലീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. രോഗികളുടെ സമ്പൂർണ്ണ സാമ്പത്തിക സംരക്ഷണം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കേരള ബ്ലഡ് പേഷ്യന്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ മുന്നോടിയായുള്ള പ്രീ ഇവന്റ് മത്സരങ്ങൾക്ക് തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ചോദ്യക്കടലാസ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ യൂട്യൂബ് ചാനൽ വഴി പരീക്ഷയുടെ തലേദിവസം വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് KSU. ചോദ്യക്കടലാസ് ചോർച്ചാ സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. സ്കൂൾ പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ ചോർന്ന സംഭവത്തിൽ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. 1 മണിക്കൂറോളം ഉപരോധ സമരം നീണ്ടു. വിഷയം ഗൗരവമുള്ളതാണെന്നും തൊട്ടടുത്ത പരീക്ഷയ്ക്ക് മുൻപായി ആരോപണമുയർന്ന യൂട്യൂബ് ചാനലുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും DDE മനോജ് മണിയൂർ ഉറപ്പു നൽകി. ചോദ്യപേപ്പർ ചോർത്തിയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമെന്നുമുള്ള DDEയുടെ രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MS സൊല്യൂഷൻ ഉൾപ്പെടെ സൈലം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ 3 തവണയും ഈ ചോദ്യപേപ്പറുകൾ ചോർന്നത്. അന്ന് ഞങ്ങൾ ഈ പരാതി ഉന്നയിക്കുകയും കോഴിക്കോട് DDE ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാഭ്യാസ വകുപ്പ് വിളിച്ച മീറ്റിംഗിൽ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഉന്നയിച്ചിട്ട് നിരവധി തവണ പരാതി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതിനുള്ള ഉത്തരമാണ് ഞങ്ങൾ പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ മേളകൾ മുഴുവൻ നടത്തുന്നത് ഈ വലിയ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ സ്പോൺസർഷിപ്പ് വാങ്ങിയാണ്, അവരുടെ സ്വാധീനത്തിലാണ്. പിന്നെ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും DG ഉൾപ്പെടെയുള്ള ആളുകളും നടപടിയെടുക്കുക? ഇനി നടപടിയെടുക്കേണ്ട അധ്യാപകരൊക്കെ ഇന്നലെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫോൺ വിളികളിൽ അധ്യാപകരൊക്കെ വലിയ പ്രയാസത്തോടെ വലിയ വേദനയോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അധ്യാപകരുടെ ആത്മവിശ്വാസം തകർക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എന്ന് പറയുന്നത് ഒരു വിലയും ഇല്ലാതാവുകയാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് KSU എന്ത് വില കൊടുത്തും നേതൃത്വം കൊടുക്കും. ഇനി ഒരു ചോദ്യപേപ്പർ ചോർന്ന് പോവുകയാണെങ്കിൽ ആ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ നടക്കണ്ട എന്ന് തന്നെയാണ് KSU ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഉപരോധ സമരത്തിന് VT സൂരജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സനൂജ് കുരുവട്ടൂർ, സംസ്ഥാന സമിതി അംഗം AK ജാനിബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് MP രാഗിൻ, ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ ചാലിൽ, KM ആദർശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്രം ശ്രമം നടത്തുന്നതായി CITU ജനറൽ സെക്രട്ടറി എളമരം കരീം. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എളമരം കരീം. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൂടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ തകർന്നാൽ വട്ടിപ്പലിശക്കാരും കൊള്ളപ്പലിശക്കാരും തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കിംഗ് മേഖലയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരായി ശക്തമായ പോരാട്ടം നടത്തുന്ന ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി നിങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ സംഘടനയിലെ അംഗങ്ങളായ ജീവനക്കാർ നേരിടുന്നുണ്ട്.
സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ബെഫി സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അനിൽകുമാർ, കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, KBEF ജോയിന്റ് സെക്രട്ടറി V സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ട്രേഡ് യൂണിയൻ സമ്മേളനം ബെഫി അഖിലേന്ത്യാ പ്രസിഡന്റ് SS അനിൽ ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന സെക്രട്ടറി PK മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. AIIEA അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ, KGOA സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഷാജഹാൻ, KCEU സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു, TV ജയദേവ്, M വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗതം വിപുലീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോജിച്ചുള്ള പ്രവർത്തനം ഉറപ്പാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പൊതുഗതാഗതത്തിന്റെ അപര്യാപ്തത, റോഡ് പരിപാലനത്തിലെ അപാകത, ഓവർ സ്പീഡ്, ഓവർലോഡ്, നിയമം ലംഘിച്ച ഓവർടേക്ക്, ഡ്രൈവിംഗിലെ അശ്രദ്ധ, മത്സര ഓട്ടം, മദ്യപിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുമുള്ള ഡ്രൈവിംഗ് എന്നിവ റോഡ് അപകടങ്ങൾ പെരുകുന്നതിനും ഗതാഗത സ്തംഭനത്തിനും ഇടയാക്കുന്നുവെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ഷവലിയാർ C ചാക്കുണ്ണി, PI അജയൻ എന്നിവർ അഭിപ്രായപ്പെട്ടു. നാഷണൽ ഹൈവേയിലെ പെട്രോളിംഗ് ശക്തിപ്പെടുത്തുക, റോഡുകളുടെയും വാഹനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തുക, ഗതാഗത നിയമം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അപകട വളവുകളിലും ഫുട്പാത്തുകളിലും റിഫ്ലക്ടറുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക എന്നിവയ്ക്കായി നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. ഈ കാര്യത്തിൽ മറ്റ് പരിഹാര നടപടികളൊക്കെ എടുക്കുന്നതോടൊപ്പം തന്നെ അടിയന്തരമായി പൊതുഗതാഗതം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലുകളാണ് ആവശ്യം. യുദ്ധകാലാടിസ്ഥാനത്തിൽ എയർ, റെയിൽ, റോഡ്, ജലഗതാഗതം പരിപോഷിപ്പിക്കാനും ഫലപ്രദമായി അത് എത്രയും ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് റെയിൽ യൂസേഴ്സ് അസോസിയേഷനെ അഭ്യർത്ഥിക്കാനുള്ളത്. പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ യാത്രാ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രോഗികളുടെ സമ്പൂർണ്ണ സാമ്പത്തിക സംരക്ഷണം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കേരള ബ്ലഡ് പേഷ്യന്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി. ലോക ആരോഗ്യ സുരക്ഷാ ദിന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗചികിത്സ കുടുംബങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഒട്ടുമിക്ക രോഗങ്ങളുടെ ചികിത്സയ്ക്കും സർക്കാരിന്റെ നിലവിലുള്ള പദ്ധതികളൊന്നും മതിയാവാത്ത അവസ്ഥയാണ് നേരിടുന്നത്. ആരോഗ്യരംഗത്ത് ആവശ്യത്തിന് മുതൽ മുടക്കി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ മുന്നോട്ട് വരണം. പൗരന്റെ ആരോഗ്യ പരിരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നത് വിസ്മരിച്ചുകൂടാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. 1/4 നൂറ്റാണ്ടിലധികമായി സമ്പൂർണ്ണ സൗജന്യ ചികിത്സാ അവകാശത്തിന് സമരം ചെയ്തിട്ടും സർക്കാർ ആശുപത്രികളിൽ നിന്ന് പോലും ഭീമമായ തുക മുടക്കി ചികിത്സ സ്വീകരിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലെ മാരക രക്തചയ രോഗികൾക്കുള്ളത്. ആശുപത്രികൾ നടത്തിക്കൊണ്ടു പോകാൻ രോഗികളിൽ നിന്നും OP ടിക്കറ്റ് ചാർജ് പോലുള്ള പാട്ടപ്പിരിവെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ BPC സംസ്ഥാന ട്രഷറർ KS പൃഥ്വിരാജ് അധ്യക്ഷത വഹിച്ചു. KK നിസാർ, ലിസി അന്തിനാട്ട്, KP അബ്ദുൽ നസീർ, അബ്ദുൽ ഖാദർ തച്ചംപുയിൽ, അജിനത്ത്, KP ബാബു, NK സജിത, M സാജിദ, റാഫി, നുസൈബ അബൂബക്കർ താഷ്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സെക്രട്ടറി MK സജിന സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് അജ്മൽ നന്ദിയും പറഞ്ഞു. FS ഹസ്ന മുഹമ്മദ്, M റസീൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് അപകടകരമാണെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം ഭൂമി തിരിച്ചു പിടിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു. മുനമ്പം വിഷയം യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഇഷ്യൂ ആയിട്ട് പരിഗണിക്കേണ്ട ഒന്നല്ല. എല്ലാ രേഖകളും പ്രമാണങ്ങളും അത് വഖഫ് ഭൂമിയാണ് എന്ന് തീർച്ചപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിയത്. അപ്പൊ അതിൽ വേറെ തർക്കമല്ല. പക്ഷെ അത് അനാവശ്യമായി തർക്കത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൽ ഒരുപാട് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് വെച്ചുകൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും അപകടകരമായ ഒന്ന്, ഇതിന് പൂർണ്ണമായി ഒരു മത വിഷയമായി എടുക്കുകയും മതാടിസ്ഥാനത്തിലുള്ള വർഗീകരണത്തിലുള്ള ഒന്നായി അതിനെ രൂപാന്തരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് അപകടകരമാണെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞു. വസ്തുതകൾക്ക് വിരുദ്ധമായ ഈ നിലപാട് സംഘപരിവാർ പ്രചരണങ്ങളെ ശക്തിപ്പെടുത്താനേ സഹായിക്കൂ. പ്രശ്നത്തെ മതപരമായ വിഷയമാക്കി പരിമിതപ്പെടുത്താനാണ് സതീശൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്. പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകേണ്ട ഭൂമിയാണ് സ്വകാര്യ വ്യക്തികളും റിസോർട്ട് ഉടമകളും ബാർ ഉടമകളും കൈക്കലാക്കിയിരിക്കുന്നത്. ഈ ഭൂമി തിരിച്ചുപിടിച്ച് പൊതുസമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ വിനിയോഗിക്കണം. വിഷയം പഠിക്കാതെയുള്ള ലീഗ് പ്രതികരണം ഖേദകരമാണ്. മെക്സവൻ എന്ന വ്യായാമ പരിപാടികളുമായി SDPIക്ക് പങ്കൊന്നുമില്ലെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ടവർ ജീവിതശൈലി രോഗത്തിനെതിരായ ഈ വ്യായാമ മുറ പരിശീലിക്കുന്നുണ്ടെന്നും ലത്തീഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ പ്രീ ഇവന്റ് മത്സരങ്ങൾക്ക് തുടക്കമായി. ബീച്ചിൽ ഫ്ലഡ് ലിറ്റ് കബഡി മത്സരം നടന്നു. പ്രീ ഇവന്റുകൾ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പുരുഷ വനിതാ ടീമുകൾ പങ്കെടുത്തു. ഡിസംബർ 27, 28, 29 തീയതികളിൽ നടക്കുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് 4ാം സീസണിന്റെ ഭാഗമായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് ബീച്ചിൽ നടന്ന ഫ്ലഡ് ലിറ്റ് കബഡി മത്സരത്തോടെ തുടക്കമായി. 4 വീതം പുരുഷ വനിതാ കബഡി ടീമുകളാണ് മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ഡിസംബർ 15-ന് വോളിബോൾ, 18-ന് റഗ്ബി എന്നിവ കോഴിക്കോട് ബീച്ചിലും ഫുട്ബോൾ മത്സരം ഡിസംബർ 20-ന് ബേപ്പൂർ ബീച്ചിലും നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന വോളിബോൾ മത്സരം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്യും. വോളിബോൾ, റഗ്ബി മത്സരങ്ങളിൽ 4 വീതം പുരുഷ വനിതാ ടീമുകൾ മാറ്റുരയ്ക്കും. ഡിസംബർ 21-ന് കോഴിക്കോട് നഗരത്തിൽ 150 പേർ അണിനിരക്കുന്ന സ്കേറ്റിംഗ് പ്രദർശനം അരങ്ങേറും. 22-ന് നടക്കുന്ന മിനി മാരത്തൺ രാവിലെ 6 മണിക്ക് കോഴിക്കോട് നിന്ന് ആരംഭിച്ച് ബേപ്പൂരിൽ സമാപിക്കും. പുരുഷന്മാർക്കും വനിതകൾക്കും വെവ്വേറെ മത്സരങ്ങൾ നടക്കും. ഡിസംബർ 27 രാവിലെ 6 മണിക്ക് ബേപ്പൂർ ഫെസ്റ്റിന്റെ പതാകയുമായി കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്ക് സൈക്ലിംഗും നടക്കും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള പ്രീ ഇവന്റുകൾ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ മുന്നോടിയായി ബേപ്പൂരിലും കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി വൈവിധ്യമാർന്ന കലാ, സംഗീത, സാംസ്കാരിക പരിപാടികളും വരും ദിവസങ്ങളിൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൂക്കൾ എപ്പോഴും കണ്ണിനും മനസ്സിനും കുളിരു പകരും. അത്തരമൊരു കാഴ്ചയിലേക്കാണ് ഇനി. മോഡേൺ ബസാർ മേലേച്ചിറ റോഡിൽ സുരേഷിന്റെ ബെല്ലാലൂസ് എന്ന വീടിന്റെ മുറ്റത്തെ മരത്തിലും പരിസരത്തുമാണ് പ്രകൃതി ഈ വർണ്ണ വസന്തം വിരിയിച്ചത്.
വർഷത്തിലൊരിക്കലാണ് ഈ വസന്തം ഈ വീട്ടുമുറ്റത്തെത്താറ്. വന്നാലോ ആഘോഷമാണ് ഇവിടത്തുകാർക്ക്. മുറ്റത്ത് വളർത്തിയ വള്ളി മരത്തിൽ പടർന്ന് അടുത്ത കടയിലും വസന്തം വിരിയിച്ചു. ഈ ചായക്കടയും പൂക്കൾ കൊണ്ട് അങ്ങനെ പ്രശസ്തമായി. മഞ്ഞപ്പൂവുള്ള കടയും വീടുമാണ് നാട്ടുകാർക്ക് ഇപ്പോഴിത്. സന്തോഷം പങ്കിടുകയാണ് കടയുടമ. തേനീച്ച വണ്ട് പൂമ്പാറ്റകളെ ഫുള്ള് നിറഞ്ഞുള്ളൂ. നവംബർ ഡിസംബറിൽ ഫുള്ള് ഒരു 6 ദിവസം എന്തായാലും ഫുള്ള് ആയിട്ടുണ്ടാവും. വന്ന കാരണം ഭയങ്കര ഉത്സവം പോലെയാണ്. എല്ലാവരും നാട്ടിലെ എല്ലാവരും ഫോട്ടോ വന്നെടുത്ത്. ടെക്കോമാസ്റ്റൻസ് വിഭാഗത്തിൽപ്പെട്ട ഈ വള്ളിച്ചെടി വിദേശിയാണ്. ബിഗ്നോസിയായി കുടുംബത്തിൽ നിന്നുള്ള മഞ്ഞപ്പൂക്കൾ യെല്ലോ ട്രംപറ്റ് ബുഷ്, യെല്ലോ ബെൽസ്, യെല്ലോ എൽഡർ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. മേലച്ചിറ റോഡിലെ ബെല്ലാലൂസ് എന്ന വീട്ടിലാണ് 2014 ചെടി നട്ടു വളർത്തിയത്. 4 വർഷങ്ങൾക്കു ശേഷമാണ് ആദ്യം കുലകളായി പൂക്കൾ വിരിയാൻ തുടങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് വർഷത്തിലൊരിക്കൽ ഈ മനോഹരി ഇങ്ങനെ പൂത്തുലയും. മുട്ടുകൾ വിരിഞ്ഞ് 5 ദിവസങ്ങൾക്ക് ശേഷം ഈ പൂക്കൾ കൊഴിയുമ്പോൾ അടുത്ത തവണ വീണ്ടും പൂക്കാൻ കാത്തിരിക്കും വീട്ടുകാരും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈദ്യുതി ഭവന് മുന്നിൽ സമരാഗ്നി. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ സമരാഗ്നി നടത്തി. DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് ഷിജിത് ചേളന്നൂർ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി K രാജേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി M നസീർ, ജോയിന്റ് സെക്രട്ടറി KK രഞ്ജിത്ത്, സംസ്ഥാന സമിതി അംഗം TVP സുരേഷ് ബാബു, ജില്ലാ പ്രസിഡന്റ് K ദാമോദരൻ, സെക്രട്ടറി K സദാശിവൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിൽ പയമ്പ്ര, ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് U സൂരജ്, ഡിവിഷൻ കോർഡിനേറ്റർ റഷീദ് കക്കുഴി, ട്രഷറർ MC ജയേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾക്ക് കിട്ടേണ്ട 18% കുടിശ്ശികയാണ് DA. അതുപോലെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിനുള്ള പ്രൊമോഷൻ, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റും ഇടതുപക്ഷ സംഘടനകളും മാനേജ്മെൻറ്റും ചെയ്യുന്ന ധിക്കാരമായ നടപടികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് ഡിവിഷന് മുന്നിൽ നടത്തുന്നത്. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഉയർത്തുന്ന മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് മണിയാർ ജലവൈദ്യുതി പദ്ധതി KSEB ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഈ പദ്ധതി KSEB ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു 3 കോടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ഈ ജലവൈദ്യുത പദ്ധതി 18 കോടി രൂപയോളം KSEBക്ക് വരുമാനമായി ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഈ പദ്ധതി ഇന്ന് വരെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഇതിൽ ഒരു ഒളിച്ചുകളി നടക്കുകയാണ്. ഇത് സർക്കാർ ഏറ്റെടുത്ത് KSEBക്ക് കൈമാറണമെന്ന് തന്നെയാണ് നമ്മുടെ സംഘടനയ്ക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സിയസ്കോയുടെ സാമൂഹിക ഇടപെടൽ മാതൃകാപരമെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. സിയസ്കോ അഭയം പദ്ധതിയുടെ 5ാമത് വീടിന്റെ തറയിടൽ കർമ്മം ചക്കുംകടവിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യാനക്കൽ നാടഞ്ചേരി മുണ്ടിയാട് വയലിലാണ് സിയസ്കോ അഭയം പദ്ധതിയുടെ ഭാഗമായി 5ാമത് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തിയത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ കർമ്മം നിർവഹിച്ചു.
വീട് എന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഏറി വരുന്ന കാലഘട്ടമാണിത്. നിർധന കുടുംബത്തിന് വീട് നിർമ്മാണത്തിന് സിഎസ്കോ താങ്ങാകുമ്പോൾ സ്വപ്നം പൂവണിയുകയാണ്. അതിൽ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സിഎസ്കോ എന്നുള്ളത് കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികം ജീവകാരുണ്യ രംഗത്തും സാമൂഹ്യ രംഗത്തൊക്കെ നിറഞ്ഞു നിന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരുപാട് വീടുകളും അതുപോലെ അനേകം റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജാതിമത ഭേദമന്യേ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കോഴിക്കോട് കുറ്റിച്ചെറിയുമായി പരിസരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് അഭയം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ബബീഷിന് ഒരു വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സിഎസ്കോ പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായി. സിഎസ്കോ ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് K നൌഷാദ് അലി, ട്രഷറർ P അബ്ദുള്ള കോയ, വൈസ് പ്രസിഡന്റ് SM സാലിഹ്, സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് MP ബാബുരാജ്, കൺവീനർ PP റമീസ്, MK അബ്ദുറഹ്മാൻ, PM ജംഷീദ് എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരുവൻതുരുത്തി വെസ്റ്റ് നല്ലൂർ കുടിവെള്ള വിതരണ പദ്ധതി പുനരാരംഭിക്കാൻ നടപടികളെടുക്കണമെന്ന് LDF ഫറൂഖ് മുനിസിപ്പൽ കമ്മിറ്റി. ഇതിനായി ഡിവിഷൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജനങ്ങൾ കൂടെ ഉണ്ട്, ജനങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതാണ് ഇത് ഈ ഗുണഭോക്തൃ കമ്മിറ്റികൾ എഫക്റ്റീവായി രൂപീകരിച്ച് നടത്തുക എന്നുള്ളതാണ് LDFന്റെ നിർദ്ദേശം. അപ്പം അതിന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് 11 ഡിവിഷനുകളെയും കൂട്ടിച്ചേർത്ത് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഗുണഭോക്തൃ വിഹിതം നിശ്ചയിച്ച് പദ്ധതി പുനരാരംഭിക്കണം. 1 ലക്ഷം രൂപ വെച്ച് പദ്ധതി റൺ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളും നടത്തണം. കരുവൻതുരുത്തി വെസ്റ്റ് നല്ലൂർ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പമ്പ് ഹൌസിൽ മേജർ റിപ്പയർ വർക്ക് നടത്തുന്നതിനു വേണ്ടി ഫണ്ട് വകയിരുത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഫണ്ട് അനുവദിക്കാതെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന സമീപനമാണ് നഗരസഭാധികാരികൾ തുടരുന്നതെന്ന് LDF ഫറൂഖ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നഗരസഭയുടെ അനിവാര്യ ചുമതലയിൽപ്പെട്ട കുടിവെള്ള വിതരണം അനിശ്ചിതത്വത്തിലാക്കുകയും കുടിവെള്ള വിതരണത്തിനായി ഏറ്റെടുത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങളോട് നിസ്സംഗത പാലിക്കുകയും ചെയ്യുന്ന UDF നഗരസഭ ഭരണസമിതിയുടെ ധിക്കാരപരമായ സമീപനത്തിനെതിരെ LDF ഫറൂഖ് മുനിസിപ്പൽ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഭരണസമിതിക്കെതിരെ LDF ജനപ്രതിനിധികളുടെയും ബഹുജനങ്ങളുടെയും പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്നും LDF മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ C ഷിജു, വിജയകുമാർ പൂതേരി, KT മുരളീധരൻ, KS ജലാലുദ്ദീൻ തങ്ങൾ, കൗൺസിലർ P ബിജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കാലിക്കറ്റ് ഗേൾസ് NCC യൂണിറ്റ് ബെഡ്ഷീറ്റ് ചലഞ്ച് നടത്തി. സമാഹരിച്ച തുക കൊണ്ട് ബെഡ്ഷീറ്റുകൾ വാങ്ങി ബീച്ച് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലാലു ജോൺസണ് കൈമാറി. കാലിക്കറ്റ് ഗേൾസ് NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബെഡ്ഷീറ്റ് ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൊണ്ട് 150 ബെഡ്ഷീറ്റുകൾ വാങ്ങി. ഡിസംബർ 13 വെള്ളിയാഴ്ച 11:30 ബീച്ച് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് ഡോക്ടർ ലാലു ജോൺസന് ഇവ NCC കേഡറ്റുകൾ കൈമാറി. ചടങ്ങിൽ RMO ഡോക്ടർ ഭാഗ്യരൂപ, നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീമതി സെലീന, SNO ശ്രീമതി നജ്മ, ഹെഡ് മിസ്ട്രസ് സൈനബ ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ ജംഷീദ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹർഹത്ത്, NCC കെയർ ടേക്കർ ജസീല ടീച്ചർ, ഓഫീസ് സ്റ്റാഫ് ശ്രീ ജവാദ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMS ചെയർ ഫോർ മാർക്സിയൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ നേതൃത്വത്തിൽ ഫ്യൂച്ചർ ഓഫ് മാർക്സിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം എന്ന വിഷയത്തിൽ ഇന്റർനാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 18, 19, 20 തീയതികളിൽ യൂണിവേഴ്സിറ്റി സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന പരിപാടി MA ബേബി ഉദ്ഘാടനം ചെയ്യും. ജനീവയിൽ നിന്നുള്ള പ്രൊഫസർ ജോഡി ഡീൻ മുഖ്യപ്രഭാഷണം നടത്തും. വിയറ്റ്നാമിൽ നിന്നുള്ള ഡോക്ടർ ട്രാൻ ടുവാൻ ഫോങ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. NHM ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന വിവിധ തൊഴിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NHM എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഡിസംബർ 18 സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. പണിമുടക്കിയ ജീവനക്കാർ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തും. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക,
പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, എല്ലാ ജീവനക്കാർക്കും PF ആനുകൂല്യം ലഭ്യമാക്കുക, ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക, സമഗ്രമായ HR നയം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സൂചന പണിമുടക്ക് നടത്തുന്നതെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ CITU ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് KSU. സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്രം ശ്രമം നടത്തുന്നതായി CITU ജനറൽ സെക്രട്ടറി എളമരം കരീം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗതം വിപുലീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. രോഗികളുടെ സമ്പൂർണ്ണ സാമ്പത്തിക സംരക്ഷണം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ മുന്നോടിയായുള്ള പ്രീ ഇവന്റ് മത്സരങ്ങൾക്ക് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.